നമസ്കാരം. എൻ്റെ പേര് ദേവിക. എൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചൂനാട്. ഞാൻ അമ്മയും കുഞ്ഞിനെ പറ്റി അറിയുന്നത് സോഷ്യൽ മീഡിയ കൂടെയാണ്. എൻ്റെ ഹസ്ബൻഡാണ് എനിക്കിത് റെക്കമെൻഡ് ചെയ്തത്. ഞാൻ എന്താ പറയുന്നത്, ആദ്യമേ നവീൻ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അൻഷു ഡോക്ടർ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ ട്രീറ്റ്മെൻറ്റ് രീതികൾ എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. വളരെ കൃത്യമായിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പം നമുക്ക് എല്ലാം നല്ല ക്ലിയർ ആയിരുന്നു. ഓരോ രീതിയും, കുഞ്ഞിനെ കെയർ ചെയ്യുന്ന രീതിയാണെങ്കിലും അമ്മേനെ കെയർ ചെയ്യുന്ന രീതിയാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അത് കഴിഞ്ഞ് അന്ന് വിളിച്ച് അന്ന് തന്നെ വൈകുന്നേരം സ്റ്റാഫ് നമ്മുടെ വീട്ടിലെത്തി. അടുത്ത ദിവസം തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. 21 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. സുധർമണി ആൻറ്റി ആയിരുന്നു ആദ്യമേ നമുക്ക് വന്നിരുന്നത്. പക്ഷേ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം സുധർമണി ആൻറ്റിക്ക് പോകേണ്ടി വന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ട്രീറ്റ്മെന്റ് മൊത്തത്തിൽ മുടങ്ങിപ്പോവും, ഇനി ഒരു 6 ദിവസം ബാക്കി നിൽക്കുകയാണ് ആൻറ്റിക്ക് പോകേണ്ടി വന്നത്. അപ്പം നമ്മൾ മൊത്തത്തിൽ വിചാരിച്ചു ട്രീറ്റ്മെന്റ് നിന്നു, നമുക്ക് ഇത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് കിട്ടത്തോളന്ന്. പക്ഷേ ആൻറ്റി പോയതിൻ്റെ വൈകുന്നേരം തന്നെ നമുക്ക് പുതിയ സ്റ്റാഫിനെ അലോട്ട് ചെയ്തെന്ന്. അത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷയല്ല. നമ്മുടെ ട്രീറ്റ്മെന്റ് ഡിസ്കണ്ടിന്യൂ ആയെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവരുടെ ഒരു ടീം വർക്ക് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാഫിനെ കിട്ടി. രണ്ടാമത് വന്നത് ശ്രീരേഖ ചേച്ചിയായിരുന്നു. ചേച്ചി ആണെങ്കിലും ശരി നല്ല രീതിയിൽ എന്നെയും കുഞ്ഞിനെയും കെയർ ചെയ്തു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരായിട്ട് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കി തരുന്നത്. അതായത് നമുക്ക് ഉച്ചയ്ക്ക് ഔഷധക്കഞ്ഞി, അത് കഴിഞ്ഞ് അട, സൂപ്പ്, ഇതെല്ലാം നമുക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ കെയർ ആയിട്ടുള്ള രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പിന്നെ കുഞ്ഞിനെ ആണെങ്കിലും രാത്രിയിലെല്ലാം ആൻറ്റി ആണെങ്കിലും ചേച്ചി ആണെങ്കിലും കുഞ്ഞുണരുമ്പം എടുത്ത് കുഞ്ഞിനെ നോക്കും. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു.